വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്. 10 വർഷക്കാലത്തിനിടയിൽ അപകടങ്ങൾ ഒന്നുമുണ്ടാക്കാത്ത മാതൃകാ ഡ്രൈവർമാരെ കണ്ടെത്തി ആദരിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 19 പേരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. പോലീസ്, മോട്ടോർ വാഹന, എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണത്തോടെ റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം കോഴിക്കോട് വേദി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ സമ്മേളനത്തിൽ വെച്ചാണ് ആദരിച്ചത്. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരിറ്റു ശ്രദ്ധ, ഒരുപാട് ആയുസ് എന്ന പേരിൽ റോഡ് സുരക്ഷാ മാസാചരണ വേളയിൽ റാഫ് മുൻകൈയെടുത്ത് നടത്തുന്ന വേറിട്ട പരിപാടികളും ഡ്രൈവർമാരെ ആദരിക്കലും ഏറെ പ്രശംസനീയമാണെന്ന് മേയർ പറഞ്ഞു. ഇവിടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെതുണ്ട്. ലഘുലേഖ പ്രകാശനം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമ്പയിൻ തന്നെയാണ്, ബോധവൽക്കരണം തന്നെയാണ്. മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഡ്രൈവർമാരെ ആദരിക്കുക എന്ന് പറയുന്ന അവരിൽ ഉണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസം. ഞാൻ എപ്പോഴും പറയും, നല്ലതിനെയാണ് നന്നായി ആദരിക്കേണ്ടത്. അങ്ങനെ നന്നായി ആദരിക്കുമ്പോൾ മാത്രമേ മറ്റേതൊക്കെ ഇല്ലാതെയാവൂ. മറ്റേത് ഇല്ലാതെയാക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചു പോയാൽ, അതിൽ കേന്ദ്രീകരിച്ചാൽ ഇത് വളരില്ല. ഞാൻ പറഞ്ഞില്ലേ, നല്ലത് ചൂണ്ടിക്കാണിച്ച് വേണം മറ്റുള്ള കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ. അപ്പോൾ ഏറ്റവും നല്ലതുപോലെ തൻ്റെ ജീവനെപ്പോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനും ജീവിതവും പ്രധാനമാണെന്ന് കണ്ടുകൊണ്ട് ഡ്രൈവിംഗ് ചെയ്യുന്ന ഒട്ടേറെ ഡ്രൈവർമാരുണ്ട് നമ്മുടെ നാട്ടിൽ. നമുക്ക് കാണാൻ കഴിയുന്നില്ലേ പത്രമാധ്യമങ്ങളിൽ ഓരോരോ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ തൊട്ട മുന്നിലൂടെ റോഡ് ക്രോസ് ചെയ്യുന്നത് ഒരു ജീവനാണെന്നുള്ളൊരു ബോധ്യത്തിൽ വാഹനം നിർത്തി ശ്രദ്ധയോടുകൂടെ ചെയ്യുന്ന എത്ര പേരുണ്ട്. എന്നാൽ ആ മുറിച്ച് കടക്കുമ്പോൾ സമയത്ത് പോലും അയാളെ പേടിപ്പിച്ച് വണ്ടി റേസാക്കി കൊണ്ടുവന്ന് മുന്നിൽ വെച്ച് ഇങ്ങനെ ചവിട്ടിയിട്ടുണ്ടല്ലോ, അയാളെ ജീവനം കൊണ്ട് പായ ചെയ്യരുത്. നമുക്ക് എത്ര അനുഭവങ്ങളാണ് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഡ്രൈവിംഗ് കൈകാര്യം ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ എല്ലാ മേഖലകളിലും വ്യത്യസ്തമായ രീതിയിൽ ഇന്ന് ചെയ്തു പോരുന്ന ട്രാഫിക് നിയമങ്ങളും അതിൻ്റെ ബോധവൽക്കരണ ക്യാമ്പയിനും ഇതെല്ലാം കൂട്ടായി സംയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ റോഡ് അപകടങ്ങൾ കുറയുന്ന സ്ഥിതി വരും. അതുകൊണ്ട് ഡ്രൈവർമാരുടെ മേഖലയിൽ അവർക്ക് ശ്രദ്ധിക്കാനും ജീവനും ജീവിതവും പ്രധാനമാണെന്ന് കണ്ടുകൊണ്ട് ഡ്രൈവിങ്ങിൻ്റെ അകത്ത് ഏറ്റവും സുരക്ഷയോടും ശ്രദ്ധയോടും കൂടെ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന നിങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടി ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടി ഏറ്റവും സന്തോഷകരമാണ്. തീർച്ചയായും കേരളീയ സമൂഹത്തിൽ ഇതിൻ്റെ സന്ദേശം നല്ലതുപോലെ നമ്മുടെ സഹപ്രവർത്തകർ ഡ്രൈവർമാരായിരിക്കുന്ന ഏത് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരിലേക്കും ഇത് നല്ലതുപോലെ പ്രചരിക്കേണ്ടതാണ്. അങ്ങനെ വേണം ഏതൊരു ഡ്രൈവറും വാഹനം ഓടിക്കുന്ന സമയത്ത് ആ കരുതൽ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് നല്ലതുപോലെ മനുഷ്യൻ്റെ സ്നേഹവും സാഹോദര്യവും ബന്ധങ്ങളും ശക്തിപ്പെടുത്തുന്നതിനും മറ്റൊരുത്തൻ്റെ ജീവന് വില കാണുന്ന ഒരു നല്ല മനോഭാവം സ്വന്തം മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ കഴിയുമ്പോൾ നമുക്കിതിലൊക്കെ ശ്രദ്ധിക്കാൻ കഴിയും. റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KM അബ്ദു അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ CVM ഷെരീഫ് അവാർഡ് ജേതാക്കളെ ആദരിച്ച് മൊമന്റോകളും സർട്ടിഫിക്കറ്റുകളും നൽകി. നമ്മുടെ സംസ്ഥാനത്ത്, ഈ കൊച്ചു കേരളത്തിൽ വാഹനത്തിന്റെ പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിൽ 3-4 വാഹനങ്ങൾ ഉണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് അതിന് മാത്രം ഡെവലപ്മെന്റ് ആവാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഈ ഒരു വാഹനപ്പെരുപ്പം കൂടാൻ കാരണം. ഇപ്പം പൊതുവെ ബസ്സിൽ കയറാൻ ആൾക്കാർ മടിക്കുന്നു. സ്ത്രീകൾ മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നു. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അപ്ലിക്കൻറ്റിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം ചെറിയ ഒരു ഓഫീസിൽ പോലും 3-4 മാസം വെയിറ്റ് ചെയ്താൽ വന്നാൽ വരെ മാത്രമേ ഇവർക്ക് സ്ലോട്ട് കിട്ടുന്നുള്ളൂ. എങ്ങനെ അഡീഷണൽ സ്ട്രെങ്ത് കൊടുത്തിട്ടും അത് കുറയുന്നില്ല, പിന്നെ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കാരണവശാലും എല്ലാം കൊണ്ടും ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം വാഹനം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വില്ലിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കെന്നറിയാം, നമ്മുടെ കൊച്ചുമക്കൾ നമ്മുടെ മക്കൾ 18 വയസ്സാവാൻ വേണ്ടി മാത്രം കാത്തിരിക്കും.
അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി എനിക്ക് എന്ന് 18 വയസ്സാവും അന്ന് എനിക്ക് ലൈസൻസ് എടുക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിട്ട് നടക്കുന്നതാണ്. പക്ഷെ നമ്മളും അതിന് അനുകൂലമായിട്ട് നിൽക്കുന്നു. പക്ഷെ ഒരു കാരണവശാലും ഇവർക്ക് ബോധവൽക്കരിക്കാനോ റോട്ടിൽ എങ്ങനെ വാഹനം ഉപയോഗിക്കണമെന്നുണ്ടോന്നോ ഒന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ഇപ്പം നമ്മുടെ കൊച്ചുമക്കൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പിച്ച വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ ടേബിൾ മാനേഴ്സ് പഠിപ്പിക്കും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ പറയും മോനെ അങ്ങനെ കളിക്കരുത്, നന്നായി കഴിക്കണം, ആൾക്കാരെ മുമ്പ് പോകുന്നേരം നമ്മൾ ഇത്ര മോശമായിട്ട് പെരുമാറരുത്, അല്ലെങ്കിൽ നീറ്റായിട്ട് ഭക്ഷണം കഴിക്കണം, നമ്മൾ ടേബിൾ മാനേഴ്സ് പഠിപ്പിക്കും. ഇങ്ങനെ ഓരോന്നും നമ്മൾ പിച്ച വെക്കുന്ന സമയത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ റോഡ് നിയമങ്ങൾ പഠിപ്പിക്കാൻ ആരും മുതിരുന്നില്ല. അതിന് ഞാൻ നിങ്ങളെ അഹോരാത്രം സ്വാഗതം ചെയ്യുകയാണ്. കാരണം നമ്മുടെ സമൂഹത്തിന് അറിയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഈ റോഡ് നിയമങ്ങളുണ്ട്. ബൈക്ക് കിട്ടും, ഓടിക്കണം, എങ്ങനെ ഓടിക്കണം ഒരു അറിവില്ല. അപകടം സംഭവിച്ച് നിരപരാധി ആൾക്കാർ, നമ്മൾ വാഹനം ഓടിക്കുന്നവരാണ്, പക്ഷെ നമ്മൾ റോഡ് യൂസേഴ്സ് മീൻസ് നമ്മൾ പെഡസ്ട്രിയനും കൂടിയാണ്, കാൽനടക്കാരും കൂടിയാണ്. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ എങ്ങനെയെങ്കിലും വാഹനം ഓടിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്നുള്ള ഒരു വികാരം മാത്രമേ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവുന്നുള്ളൂ. അപ്പം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് മുതിർന്ന വരുന്ന പുതുതലമുറ, ഈ തലമുറകളിൽ നമ്മൾ സ്കൂളിൽ പോലും കോളേജുകളിലും ഞങ്ങൾ ക്ലാസ് എടുത്ത് ബോധവൽക്കരിക്കാണ് മാക്സിമം ശ്രമിക്കാറ്. നിങ്ങളും കൂടെ കൂടണം. എന്നിട്ട് ബോധവൽക്കരണം മാത്രമേ ഇതിനൊരു പരിഹാരം കാണുന്നുള്ളൂ. ഏത് വിധേനയെങ്കിലും ഈ അപകടം കുറയ്ക്കുക, അല്ലെങ്കിൽ റോഡിൽ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിൽ കയറുമോ എന്നുള്ളൊരു സംശയമായി ഉദിക്കേണ്ട കാര്യങ്ങളാണ്. അത്രയും വെഹിക്കിൾ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ഡെവലപ്മെൻ്റ് ഉള്ള നമ്മളെ റോഡ് അത്രയും ഡെവലപ്മെൻ്റ് അല്ല. പക്ഷേ അതിന് ബോധവൽക്കരണം മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. നിങ്ങളെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഞങ്ങളെ സ്ട്രെങ്ത് വെച്ച് ഞങ്ങൾ മാക്സിമം ബോധവൽക്കരിക്കാറുണ്ട്. ഒരുപാട് പണിഷ്മെൻറ്റുകൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. ചെറിയൊരു ഉദാഹരണം പറയാം. ഞങ്ങൾ എവിടെയെങ്കിലും ചെക്കിങ്ങിന് നിൽക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാം ഞങ്ങളെ പഴിചാരും, അല്ലെങ്കിൽ ശപിക്കും. അവന്മാർ ഇറങ്ങിയിട്ടുണ്ട്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ചിന്തകൾ പോലുമില്ല. സപ്പോസ് ഇവിടെ എല്ലാം AI ക്യാമറ വെച്ചു. ഈ AI ക്യാമറ ഒരേ പൊസിഷനിൽ മാത്രം, അത് 360 ഡിഗ്രി അല്ല, ഒരേ പൊസിഷനിൽ മാത്രം നിൽക്കുന്ന ക്യാമറ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇപ്പോഴത്തെ പിള്ളേരെന്ത് വെച്ചാൽ ആ ക്യാമറനെ വെട്ടിക്കാൻ തൊട്ടപ്പുറം റോങ് സൈഡിൽ കൂടെ കയറി വന്ന് അവർക്കറിയാം ഈ നേരെ പോയാലേ കൊടുക്കുള്ളൂ, ഇത് ഇന്ന സ്ഥലത്ത് കൂടെ കയറി വന്നു കഴിഞ്ഞാൽ ഇതിൽ ക്യാമറയിൽ അടിയില്ല എന്ന് പറഞ്ഞു പോകുന്ന പല സ്ഥലത്തും നിങ്ങൾ പോയി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദയവ് ചെയ്തിട്ട് നിങ്ങളത് ഒന്നുകിൽ വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. വിജയൻ കൊളുത്തായി, KTS സമദ്, അനീഷ് മലാപ്പറമ്പ്, വിജയൻ ആലമ്പ്രത്ത്, മുഹമ്മദ് ഫാരിസ്, AK അഷ്റഫ്, MRC ഫറൂഖ്, ഹസൻ കച്ചേരി, K അരുൾദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫൗസിയ പാങ്ങോടും ഹസീന ടീച്ചറും ഗാനങ്ങൾ ആലപിച്ച് സദസ്സിനെ സജീവമാക്കി. സജി മഠത്തിൽ സ്വാഗതവും AD ശ്രീകുമാർ നന്ദിയും രേഖപ്പെടുത്തി. MTN ന്യൂസ്, കോഴിക്കോട്. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.